ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നിച്ചുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അങ്ങനെ നമ്മുടെ നിച്ചുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഈവനിങ് ആയിരുന്നു കേട്ടോ. മെയ് 4th സൺഡേ ഈവനിങ് ആയിരുന്നു. ഞങ്ങളൊരു 6:30 ആയിട്ടോ എത്തിയപ്പോഴേക്കും നിച്ചുവിനെ റെഡിയാക്കി ഒന്ന് മിടുക്കി കുട്ടിയാക്കി കൊണ്ടുവരാനായപ്പോഴേക്കും ഒരു 6:30. നമ്മുടെ കസിൻസൊക്കെ ഓൾറെഡി ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. കസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇരുന്ന് സംസാരവും കളിയും ചിരിയൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടോ. നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളധികം ലേറ്റ് ആക്കില്ല. അപ്പം തന്നെ നമ്മൾ സ്റ്റേജിലേക്ക് എൻട്രി ചെയ്ത് നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. എന്തായാലും ഫംഗ്ഷൻ നല്ല കളർഫുള്ളായിരുന്നു. വിളിച്ച് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഇത് നമ്മുടെ വമി ബേബിയും ഇത് നമ്മുടെ മറിയം ബേബിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവരും കേക്ക് നിച്ചുവിന് കൊടുക്കുകയാണ് കേട്ടോ. ഈ ടൈമിലൊക്കെ നിച്ചു ഭയങ്കര ഹാപ്പിയും കളിയും ചിരിയൊക്കെ ആയിരുന്നു. എല്ലാവരുമായിട്ട് കളിച്ചും ചിരിച്ചൊക്കെ അവൾ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത് എൻ്റെ ഫാമിലിയും ചേട്ടൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അവൾക്ക് ഓൾമോസ്റ്റ് ഇവരെല്ലാവരും അറിയാം. ഇപ്പോൾ കൊടുക്കുന്നത് എൻ്റെ അമ്മയാണ്, നെക്സ്റ്റ് കൊടുക്കുന്നത് എൻ്റെ അച്ഛനാണ്, പിന്നെ ചേച്ചിയും ചേട്ടനും കേശുക്കുട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേശുക്കുട്ടൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചേച്ചി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേട്ടനും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ കൊടുക്കുമ്പോൾ അവൾ നല്ല ഹാപ്പിയാണ്. കാരണം ഇവരൊക്കെ അവൾക്ക് നല്ല പരിചയമുണ്ട്. അപ്പം നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തത് സൂര്യ ഇവൻസ്കാരായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയി തന്നത് ചോക്കോ നെസ്റ്റ് ബേക്കേഴ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റി. ഫാമിലി ഫോട്ടോസും കാര്യങ്ങളും എല്ലാവർക്കും കിട്ടിയിട്ടോ. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. ഇതാണ് ചേട്ടൻ്റെ ഫാമിലി. ചേട്ടൻ്റെ അമ്മ, അനിയൻ, അനിയത്തിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ടുള്ള ഫാമിലി ഫോട്ടോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടോ. നിച്ചുവിനെ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നല്ല കുട്ടിയായി തന്നെ ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റി. അവൾക്ക് അങ്ങനെ കേക്കൊന്നും നമ്മൾ അധികം കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കേക്കൊക്കെ കാണുമ്പോഴൊക്കെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലാണ്. പിന്നെ നിച്ചുവിൻ്റെ ഈ കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞല്ലോ, ആയിഷ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മൾ ഈ കോസ്റ്റ്യൂം നമ്മൾ വരുത്തിച്ചത്. അത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു കേട്ടോ. അത് ഞാൻ എൻ്റെ നേരത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വ്ളോഗ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് ഉണ്ടോ കസിൻസ് ഫോട്ടോസ് എടുക്കാനായിട്ട് വന്നത്. ആദ്യത്തെ കുറച്ച് ഫോട്ടോസിലൊന്നും ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നീട് അങ്ങോട്ട് ഫോട്ടോസ് എടുക്കുന്തോറും ആൾക്ക് ഇത്തിരി വാശിയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇതെൻ്റെ വല്യമ്മയും വല്യച്ഛനാണ് കേട്ടോ. ഫസ്റ്റ് അവരാണ് ഫോട്ടോ എടുക്കാൻ വന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഫോട്ടോസിലൊക്കെ അവൾ നിന്ന് കൊടുത്തു കേട്ടോ. നെക്സ്റ്റ് തന്നെ എൻ്റെ കസിൻസ് തന്നെയാണ്. എൻ്റെ ചേച്ചി, എൻ്റെ വല്യമ്മയുടെ മോളും മക്കളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ലത ചേച്ചി അവരൊക്കെ ഫാമിലിയാണ്. ലത ചേച്ചി 2 ആൺകുട്ടികളുടെ വൈഫും അവരുടെ കുട്ടികളൊക്കെയാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ചേട്ടൻ്റെ അമ്മാവനാണ് വന്നിരിക്കുന്നത്, മാമൻ വന്നപ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ നെയ്ബറാണ് കേട്ടോ ഈ വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആ ചേച്ചി വന്നപ്പോഴും അപ്പം നമ്മളെല്ലാവരുമായിട്ട് ഫോട്ടോസ് ഒക്കെ ഇപ്പം കളിപ്പിക്കാൻ പാടില്ല. അവളെ കളിപ്പിച്ച അവൾക്ക് കരച്ചിലാണ് കേട്ടോ. ഇത് ചേച്ചിയുടെ ഫാമിലിയാണ്. ചേട്ടൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അവിടുത്തെ അച്ഛനും അമ്മയൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിന് അവർ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ചേട്ടൻ്റെ കസിൻസാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നെയ്ബറാണ്. പിന്നെ ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ മമ്മിക്കുട്ടി കേക്ക് കഴിക്കുകയാണ്. ഇത് നമ്മുടെ കസിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഈ ചേട്ടൻ്റെ അനിയനാണ്, എൻ്റെ ബ്രദർ ഇൻ ലോ ആണ്. പിന്നെ നെക്സ്റ്റ് കാണുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, ട്വിൻ സിസ്റ്ററാണ് കേട്ടോ, ഷൈൽച്ചിറ്റ. ഇതാണ് ദിനുചേട്ടൻ. ഇത് ചേട്ടൻ്റെ അമ്മായി. ഇത് അനിയൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ് കേട്ടോ. ഇവർ സിസ്റ്റേഴ്സാണ്. അങ്ങനെ എല്ലാവരും സംസാരവും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇത് ചേട്ടൻ്റെ ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയാണ് ഈ വന്നിരിക്കുന്നത്. ഇതെൻ്റെ കസിൻസാണ്. അങ്ങനെ നിച്ചുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നിച്ചു കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ പാർട്ടി സൂപ്പറായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. 6:30 തുടങ്ങിയ നമ്മുടെ ഈ പാർട്ടി ഒരു 8:30 ആയപ്പോഴേക്കും തീർന്നു കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നു. ഈ ഒരു ടൈമിൽ നിച്ചുവിന് ഇത്തിരി വാശി വന്നു. അപ്പോൾ ഉറക്കത്തിൻ്റെ വാശി എന്ന് വെച്ച് ഞാൻ അവളെ ഉറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് ഇത്തിരി വാശി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മറിയം ബേബി സോ ക്യൂട്ട് ബേബി. ഇതെൻ്റെ കസിൻസാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയാണിത്. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുക. ഇതാണ് കേട്ടോ എൻ്റെ കസിൻ ബ്രദറിൻ്റെ കുട്ടിയാണ് നമ്മുടെ വാമി മോള്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ഒക്കെ പറയുന്ന ടൈമാണ് കേട്ടോ.
ഈ സമയത്ത് നിച്ചു നല്ല കളിയാണ്. നിച്ചു ഇപ്പോഴാണ് ഒന്ന് ഉഷാറായത്. നിച്ചു നല്ല സ്വീറ്റ് ബേബി ആയിട്ട് കളിയും ബലൂണൊക്കെ എടുത്ത് കളിയും ചിരിയൊക്കെ ആയിട്ടോ. അവളവിടെ ഒറ്റയ്ക്കായപ്പോൾ അവൾക്ക് തകർത്ത് കളിയും ചിരിയൊക്കെ ആണ്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കുറേ ഫോട്ടോസും പിക്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിശയിച്ചിരിക്കുകയാണ്, ഇത്ര നേരം കരഞ്ഞിരുന്ന നമ്മുടെ ബേബിയാണോ ഈ കളിക്കുന്നത്. അവളിപ്പോൾ സൂപ്പർ ആക്റ്റീവായി. ഒരുപാട് പേര് അവളെ കളിപ്പിക്കാൻ വന്നപ്പോൾ പരിചയമില്ലാത്തവരെ കണ്ടപ്പോൾ അവൾക്ക് അത്ര കംഫർട്ട് ഫീൽ തോന്നിയില്ല. അതുകൊണ്ടാണ് അവൾ വാശിയെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഫസ്റ്റ് ടൈം കേക്ക് കട്ടിങ്ങിലൊന്നും അവൾക്ക് അത്ര വാശിയൊന്നും ഉണ്ടായില്ലെങ്കിലും എല്ലാവരും ഫോട്ടോ സെക്ഷൻ വന്നപ്പോൾ എല്ലാവരും വന്നപ്പോൾ അവൾക്ക് അത്ര കംഫർട്ട് തോന്നിയില്ല. ഇപ്പോൾ ആൾ നല്ല സൂപ്പറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആൾക്ക് ഉറക്കം വരുന്നതെന്ന് തോന്നിയപ്പോൾ ഞാൻ അവളെ ഉറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയി നമ്മൾ വീട്ടിൽ പോണേക്ക് മുമ്പ്. ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ്, ഞാനും ചേട്ടനും നിച്ചുവൊക്കെ ആയിട്ടുള്ള ഫാമിലി ഫോട്ടോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിച്ചുവിൻ്റെ ഡ്രസ്സ് സൂപ്പറായിരുന്നു. താങ്ക് യു ആയുഷ ഡിസൈൻസ്. അവരാണ് നമുക്ക് നിച്ചുവിൻ്റെ ഈ ഒരു ഡ്രസ്സ് ഇത്ര സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സും മാത്രമല്ല വിങ്സും ഷൂസും ഹെയർ ആക്സസറീസൊക്കെ പ്രൊവൈഡ് ചെയ്തത് അവരായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്.